നമസ്കാരം. മിസ്റ്റിക് ഇതിഹാസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ചില തിരഞ്ഞെടുപ്പുകൾ വെറും യാദൃച്ഛികമല്ല. നമ്മുടെ മനസ്സെടുക്കുന്ന ഓരോ തീരുമാനത്തിനു പിന്നിൽ ചില അദൃശ്യ ശക്തികളുടെ സ്വാധീനമുണ്ടെന്ന് ആത്മീയ ശാസ്ത്രങ്ങൾ പറയുന്നു. പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ പ്രതീകം പോലും നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചിന്തകളെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന സംഭവങ്ങളെയും കുറിച്ച് ചില സൂചനകൾ നൽകാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും വെറുമൊരു യാദൃച്ഛികതയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന് മുന്നോടിയായിട്ടാകാം ദൈവം നിങ്ങളെ ഈ വീഡിയോയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് പലരും പുറമെ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴും ഉള്ളിൽ പറയാൻ കഴിയാത്ത സങ്കടങ്ങളുമായാണ് ജീവിക്കുന്നത്. ചിലർ സാമ്പത്തിക പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുന്നു. ചിലർ വിശ്വസിച്ചവരുടെ ചതിയിൽ തകർന്നിരിക്കുന്നു. ചിലർക്ക് എത്ര ശ്രമിച്ചിട്ടും ഭാഗ്യം മാത്രം കൈവിട്ടു പോകുന്നു. ചിലർക്ക് ഒരു നല്ല വാർത്തയ്ക്കായി മാസങ്ങളായി കാത്തിരിക്കേണ്ടി വരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവം ഒരിക്കലും തന്റെ ഭക്തനെ കൈവിടില്ല. വൈകുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായി മാറാറുണ്ട്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ രണ്ട് വിശേഷപ്പെട്ട പക്ഷികളാണ് ഉള്ളത്. ഒന്നാമത്തേത് പച്ചത്തത്ത. പച്ചത്തത്ത സന്തോഷ വാർത്തയുടെയും പുതിയ തുടക്കങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് പല ആത്മീയ വിശ്വാസങ്ങളിലും കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തേത് മഞ്ഞത്തത്ത. മഞ്ഞ നിറം ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ദൈവകൃപയുടെയും പ്രതീകമാണ്. ഈ തത്ത പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം കൊണ്ടുവരുന്ന ആത്മീയ സൂചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിലോർക്കുക. ശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് മനസ്സ് നിറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഭഗവാനെ, എനിക്ക് ഇപ്പോൾ അറിയേണ്ട സത്യം അറിയിച്ചു തരേണമേ. എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി എനിക്ക് ലഭിക്കേണ്ട ഭാഗ്യം എത്രയും വേഗം നൽകണമേ. ഇപ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കൂ. പച്ചത്തത്തയോ മഞ്ഞത്തത്തയോ, ആദ്യം നിങ്ങളുടെ മനസ്സ് ഏത് ചിത്രത്തിലേക്കാണോ ആകർഷിക്കപ്പെടുന്നത് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നിങ്ങളുടെ കണ്ണുകൾ എടുത്ത തീരുമാനമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ തിരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ അതിനു പിന്നിൽ ദൈവത്തിന്റെ ഒരു സൂചനയും ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള പച്ചത്തത്തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. ഏറ്റവും ആദ്യം തന്നെ പറയുവാനുള്ളത്, തത്തയുടെ മനസ്സുപോലുള്ള അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കൊച്ചുകുട്ടികളുടെ മനസ്സാണ് നിങ്ങൾക്കുള്ളത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നതാണ്. അതായത് ഈ മനക്കെട്ട് ഇല്ലാത്തതിനാൽ സങ്കടങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പുകളാണ്. പക്ഷേ നിങ്ങളത് പുറത്തു പ്രകടിപ്പിക്കാറില്ല. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നവരാണ്. എന്നിട്ടും തനിച്ചിരിക്കുന്ന സമയം അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സ്വഭാവ പ്രകൃതമാണ് തൊടുകുറിയിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് എടുത്തു പറയുവാനുള്ളത്. അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള മനോവൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. അതായത് താൻ ചെയ്ത ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് ആവശ്യമില്ലാത്ത ഒരു വേവലാതി നിങ്ങൾക്ക് ഉള്ളതായിട്ട് ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ തനിക്കോ തൻ്റെ പ്രിയപ്പെട്ടവർക്കോ എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമോ എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് വെറുതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങളിൽ പൊതുവെ കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവിടെ പറയുവാനുള്ളത്, അതായത് ഇപ്പോൾ ഈ ഫലത്തിൽ കാണുന്നത് കുറച്ചു കാലങ്ങളായിട്ട് വളരെയധികം അവഗണന നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാലും പ്രത്യാശയിൽ നിങ്ങളുടെ കൂടപ്പിറപ്പ് ആയതുകൊണ്ട് തന്നെ അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും പലരും നിങ്ങളെ പല കാര്യങ്ങളിലും നിന്നും മനഃപൂർവ്വം അവർ നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് പറയാൻ കാരണം അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ അവിടെ ഉണ്ടായാൽ അതിൻ്റെ പ്രശംസ നിങ്ങൾക്ക് വന്നു ചേരും. അതുകൊണ്ട് നിങ്ങളെ അവർ തന്ത്രപൂർവ്വം ഒഴിവാക്കി. അവർ ആ കാര്യം കണ്ടു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. നിങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ തന്നെയാണ്. എന്നാൽ അതിനോടൊപ്പം രണ്ടാം സ്ഥാനത്ത് മനസ്സിന്റെ സ്വസ്ഥതയില്ലായ്മയും ഉണ്ടെന്നാണ് ഇവിടെ ഈ തൊടുകുറി ഫലമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകളും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വരുന്നതാണ്. പക്ഷേ
വാസ്തവത്തിൽ നിങ്ങൾ ഇതിൽ പരിപൂർണമായിട്ടും നിരപരാധിയാണ്. അതുപോലെ തന്നെ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ പറയുവാനുള്ളത്, നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച പലരും നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് ഇപ്പോൾ. അതുമാത്രവുമല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾ സഹായം ചെയ്തു കൊടുത്ത പലരും ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ നിങ്ങളെ തിരിച്ച് സഹായിക്കുന്നുമില്ല എന്ന് മാത്രവുമല്ല, അവർ പരമാവധി ഒഴിഞ്ഞുമാറി നിൽക്കുവാനാണ് ഇഷ്ടപ്പെടുന്നതും എന്നതൊരു പരമാർത്ഥമാണ്. ഈ കാര്യങ്ങൾ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയുവാനുള്ളത്, നിങ്ങൾ ആരുടെയോ മടങ്ങിവരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നാണ്. അതിപ്പോൾ വഴക്കിട്ട് നിൽക്കുന്ന ഒരു സുഹൃത്താകാം, അല്ല എങ്കിൽ മുൻപ് പറ്റിയ ഒരു അബദ്ധത്തിന്റെ പേരിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ബന്ധവും ആകാവുന്നതാണ്. ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത്. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു തീർത്ത കാര്യങ്ങൾ നിങ്ങളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുപ്രകാരം നിങ്ങളുടെ മനസ്സിന്റെ ആ ശക്തിയൊന്ന് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കുവാനായാൽ കേവലം ഒരു മാസത്തിനുള്ളിൽ ആ കാര്യം നടന്നു കിട്ടുന്നതാണ്. ഇനി ഒരു പക്ഷേ ചില കാര്യങ്ങൾ അതിപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് മാത്രമേ നടന്നു കിട്ടൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അല്ല എങ്കിൽ 10 മാസം കഴിഞ്ഞിട്ട് മാത്രമേ നടന്നു കിട്ടൂ. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെതായ കാലതാമസം അതിന് എടുക്കുന്നതാണ്. അതുകൊണ്ട് അതിന് ആ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലാതെയുള്ള സാധാരണ കാര്യങ്ങളെല്ലാം ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും അതിനോടൊപ്പം നിങ്ങളുടെ ജീവിത രീതികളും ശക്തമായിട്ടുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ ഒരു മാസത്തിനു മുൻപ് തന്നെ അത് നടന്നു കിട്ടുവാനും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞത്തത്തയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയുവാനുള്ളത്, ഈ അടുത്ത കാലത്തായിട്ട് പല കാരണങ്ങളാൽ ശത്രുക്കളുടെ എണ്ണം നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലും നിങ്ങളോടുള്ള അസൂയ മൂത്ത് നിങ്ങൾക്ക് അവർ ശത്രുവായി മാറിയതാണ്. അതായത് നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ കണ്ണുകടിയുള്ള ആളുകളാണ് അവർ എന്ന് പറയുന്നതാണ്. അതിനോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും ഈ അടുത്ത കാലത്തായി നിങ്ങളെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇത് തൊടുകുറി ഫലത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ മറ്റു പരാധീനതകളൊന്നും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ല. എന്തു വന്നാലും അതിനെ നേരിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ എപ്പോഴുമുണ്ട്. അതുമാത്രവുമല്ല, ഈ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും നിങ്ങൾ നിത്യവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാതിരിക്കില്ല എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് പല അപകട നിമിഷങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് അത്ഭുതകരമായി രക്ഷപ്പെടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവാധീനം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ഈ ഒരു കാരണത്താൽ തന്നെ അനേകം പ്രാവശ്യം വീണാലും അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്, ഈ സ്വപ്നം കാണാൻ ഇഷ്ടമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതായത് നിങ്ങൾ സ്വപ്നം കാണുന്നു, ആ ഒരു കാര്യം ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും നടന്നു കിട്ടിയില്ലെങ്കിലും അത് നടന്നു കിട്ടിയാൽ എങ്ങനെ ആയിരിക്കും എൻ്റെ അവസ്ഥയെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിലൊന്ന് അല്പനേരം രമിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല അടുക്കും ചിട്ടയും വേണമെന്ന് നല്ല നിർബന്ധമുള്ളവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നിങ്ങൾ ഇതിൽ പാലിക്കുവാൻ നിർബന്ധിക്കാറുമുണ്ട്. ഈ പറഞ്ഞത് തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് നിങ്ങൾക്ക് എപ്പോഴും അത് കീപ്പ് ചെയ്ത് കൊണ്ടു തന്നെയാണ് മുന്നോട്ട് പോകുവാറുള്ളത്. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന സംഭവ വികാസങ്ങളുടെ തൊടുകുറി ഫലം കാണുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം. നിങ്ങളെ കുറ്റം പറയുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തവർക്കെല്ലാം അവർ ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ള ഒരു ധാരണ അവർക്ക് സ്വയം അവരിൽ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതെല്ലാം മറന്ന് നിങ്ങളിലേക്ക് അവർ ക്ഷമ പറഞ്ഞുകൊണ്ട്
മടങ്ങിയെത്തുന്നതുമാണ്. മറ്റൊരു കാര്യം നിങ്ങളുടേതായിട്ട് ഇവിടെ തൊടുകുറിയിൽ കാണുന്നത്, ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട, അതായത് പ്രിയപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് അനുഭവം വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ യാത്രകൾ ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ യാത്രകളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ എല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഇത്രയുമാണ് നിങ്ങളുടെ ഈ പ്രസന്റ് ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത്. ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് നടന്നു കിട്ടും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാവുന്നതാണ്. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ചില ആളുകളുടെ വാക്ക് വ്യത്യാസമോ അല്ലെങ്കിൽ വഞ്ചനയോ മൂലം കഷ്ടതകൾ അനുഭവിക്കും എന്ന് കാണുന്നുമുണ്ട്. അതുകൊണ്ട് കാലതാമസം എടുക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും അത് നടന്നു കിട്ടാതിരിക്കില്ല എന്നത് നിശ്ചയമാണ്. കൃത്യമായിട്ട് ഒരു സമയം പറയുവാൻ സാധിക്കില്ലെങ്കിലും ഏകദേശം ഒരു സമയം പറഞ്ഞാൽ 3 മാസം വരെ സമയമെടുത്തേക്കും എന്നാണ് ഇവിടെ തൊടുകുറി ഗണിതത്തിൽ കാണുന്നത്. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ദിനചര്യയും അല്പം ശക്തമായിട്ടുള്ളതാണെങ്കിൽ, അതായത് നല്ല ചൊടിയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 മാസം എന്ന് പറഞ്ഞത് ചിലപ്പോൾ 1.5 മാസം കൊണ്ട് തന്നെ നടന്നു കിട്ടുവാനും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞത്തത്തയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.